ഹായ് ഓൾ ഫ്രണ്ട്സ്, വെൽക്കം ടു MTM പൊളിറ്റിക്കൽ ടോക്ക്. നമ്മൾ ബീഹാർ ഇലക്ഷൻ വളരെ സസൂക്ഷ്മമായി വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങളൊക്കെ മുതലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ വളരെ ഇലക്ഷൻ പ്രഖ്യാപനം, കമ്മീഷന്റെ സമ്മേളനം മുതലും കണ്ടു എല്ലാ കാര്യങ്ങളും വളരെ സസൂക്ഷ്മമായി അത് വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ് രാഷ്ട്രീയ ലോകം. ഈ അവസരത്തിലാണ് ഇരു മുന്നണികളും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു എന്ന വാർത്തകൾ. ഇത് എന്താണ് ഇതുകൊണ്ട് നേട്ടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ മുന്നണികളുടെ നേതാവിനെ ഉയർത്തി കാണിക്കുക എന്നതുപോലെ തന്നെയാണ് മുന്നണികൾ ഉദ്ദേശിക്കുന്നത്. NDA മുന്നണിയാണെങ്കിൽ നിതീഷ് കുമാർ, നിലവിലെ മുഖ്യമന്ത്രി നിതീഷ് കുമാറിനെയും, ഇന്ത്യ സഖ്യമാണെങ്കിൽ തേജസ്വി യാദവിനെയും നേതാക്കന്മാരായി മുഖ്യമന്ത്രിയായി ഉയർത്തി കാണിക്കുന്നു എന്നാണ് വാർത്തകളിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്നത്. സത്യത്തിൽ ഇതുകൊണ്ട് എന്തെങ്കിലും ഗുണം ഉണ്ടാവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തൽക്കാലം ഇലക്ഷൻ ടൈമിൽ ഉയർത്തി കാണിക്കാം എന്നതൊഴിച്ചാൽ പറയത്തക്ക ഗുണങ്ങളൊന്നും ഉണ്ടാകില്ല. കാരണം ജനാധിപത്യ രീതി അനുസരിച്ച് തിരഞ്ഞെടുക്കപ്പെടുന്ന MLA-മാരാണ് നേതാവിനെ തിരഞ്ഞെടുക്കുക. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇലക്ഷൻ കമ്മീഷന്റെ ഡിക്ലറേഷനൊക്കെ വന്നു കഴിഞ്ഞതിന് ശേഷം ഏത് മുന്നണിയാണോ, ഇപ്പോൾ മുന്നണി സംവിധാനമാണല്ലോ, കാരണം പാർട്ടി ഏത് പാർട്ടിക്കാണ് ഏറ്റവും കൂടുതൽ MLA-മാരുള്ളത് ആ മുന്നണിയുടെ നേതാവായിരിക്കും, ആ പാർട്ടിയുടെ നേതാവായിരിക്കും കൂടുതലും തിരഞ്ഞെടുക്കപ്പെടുവാൻ സാധ്യത. കാരണം മറിച്ചും സംഭവിക്കാം, ചിലപ്പോൾ 1-2 സീറ്റ് കൂടുതലുള്ള വേറെ പാർട്ടികൾ മാറി നിന്ന് ഈ പാർട്ടിക്ക് മുഖ്യമന്ത്രി സ്ഥാനം കൊടുത്തു എന്നൊക്കെ ഇരിക്കും. അതൊക്കെ അനുഭവത്തിൽ നിന്ന് നമുക്കറിയാവുന്ന ഒരു കാര്യമാണല്ലോ. ഏതായാലും അങ്ങനെയാണ് അതിന്റെ ഒരു രീതി. തിരഞ്ഞെടുക്കപ്പെടുന്ന ഏറ്റവും കൂടുതൽ കക്ഷികളുള്ള മുന്നണി, ഏറ്റവും കൂടുതൽ MLA-മാരെ കിട്ടുന്ന മുന്നണി, ജയിപ്പിക്കുന്ന മുന്നണി, അവരാണ് അധികാരത്തിലെത്തുക. അപ്പോൾ അവര് അധികാരത്തിലെത്തുമ്പോൾ അവരാണ് നേതാവിനെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മറിച്ച് പ്രതിപക്ഷത്തുള്ളവരും നേതാവിനെ തിരഞ്ഞെടുക്കും, പ്രതിപക്ഷ നേതാവ് മുതലായ കാര്യങ്ങൾക്കൊക്കെ അവരും നേതാവിനെ തിരഞ്ഞെടുക്കും. എല്ലാ പാർട്ടിയും നേതാവിനെ തിരഞ്ഞെടുക്കും, പാർലമെന്റ് സെക്രട്ടറി, എല്ലാ രീതിയിലേക്കും ആൾക്കാരെ എല്ലാവരും തിരഞ്ഞെടുക്കും. അത് ഇലക്ഷന് ശേഷമുള്ള രീതിയാണ്. ഇപ്പോൾ മുൻകൂട്ടി മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചു എന്നതുകൊണ്ട് ഇലക്ഷനെ നേരിടുവാൻ ഒരു നേതാവ് എന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ പറയത്തക്ക കാര്യമൊന്നുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇലക്ഷൻ കഴിഞ്ഞ് ഓരോ പാർട്ടിക്കും മുന്നണിയിൽ തന്നെ ഓരോ പാർട്ടിക്കും കൂടുതൽ സീറ്റ് ലഭിക്കുമ്പോൾ അവരുടെ കക്ഷി, അവരുടെ MLA-മാർ തീർച്ചയായും മുഖ്യമന്ത്രി പദം അവകാശപ്പെടും, ഒരു പാർട്ടി അവകാശപ്പെടും എന്നത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതിൽ ഒരു നേതാവിനെ തിരഞ്ഞെടുക്കുന്നതിൽ വലിയ പ്രായോഗികത ഇല്ല എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്. കാരണം ഇലക്ഷൻ വരെ അതുകൊണ്ട് ഇന്നാളെ മുഖ്യമന്ത്രിയാവും ഭാവിയിൽ എന്നൊക്കെ പറയാം എന്നല്ലാതെ ഇലക്ഷന് ശേഷം എന്ത് എന്നതിനോട് ഇപ്പോൾ നേതാവിനെ തിരഞ്ഞെടുക്കുന്നതിൽ കൊണ്ട്, നേതാവിനെ പ്രഖ്യാപിക്കുന്നത് കൊണ്ട് പറയത്തക്ക നേട്ടങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം പ്രബുദ്ധരായ നമ്മുടെ വോട്ടർമാർ ഇതൊക്കെ മനസ്സിലാക്കാനും ചിന്തിക്കാനും ഒക്കെ വളരെ പ്രാപ്തരാണല്ലോ. അപ്പോൾ ഇത്തരം ഒരു പ്രസ്താവന കൊണ്ട് പറയത്തക്ക നേട്ടങ്ങളൊന്നും ഉണ്ടാവില്ല എന്നതാണ് ഈ രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളിലൊക്കെ അഭിപ്രായപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ നേതാവിനെ പ്രഖ്യാപിക്കുന്ന രീതി ഇപ്പോൾ ഇതിനു മുൻപൊന്നും അധികം ഉണ്ടായിട്ടില്ല എങ്കിലും പാർട്ടികളൊക്കെ ഉയർത്തി കാണിക്കും. എന്നാൽ അത് ഒരു ധാരണ മാത്രമാണ്, പ്രഖ്യാപനങ്ങളല്ല. ആ പാർട്ടി ജയിച്ചു കഴിഞ്ഞാൽ ഇന്നാള് തന്നെയാണ് മുഖ്യമന്ത്രി എന്ന് പ്രഖ്യാപിക്കും. ഉദാഹരണത്തിന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ ജയലളിതയുടെ പാർട്ടി മത്സരിക്കുമ്പോൾ ആ പാർട്ടി ജയിക്കുകയാണെങ്കിൽ അവർ തന്നെയാണ് അതിന്റെ മുഖ്യമന്ത്രി എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. അങ്ങനത്തെ ഒരു ധാരണ ഉണ്ടാകും എന്നല്ലാതെ അതും പ്രഖ്യാപനങ്ങളിൽ ഉണ്ടാവാറില്ല. കാരണം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഏതാണോ പാർട്ടി ഏത് പാർട്ടിക്കാണോ കൂടുതൽ MLA-മാരുള്ളത് അവരുടെ നേതാവിനെ തെരഞ്ഞെടുക്കുകയും പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു രീതിയാണ് ജനാധിപത്യത്തിലുള്ളത്. അപ്പോൾ ഇലക്ഷന് മുന്നേ പ്രഖ്യാപിക്കുന്ന നേതാവിനെ പറയത്തക്ക ഒരു കാര്യവും ഉണ്ടാവാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്. കാരണം നേതാവിനെ മുൻകൂട്ടി പ്രഖ്യാപിക്കുവാൻ ജനാധിപത്യ രീതിയിൽ സാധ്യമല്ല. കാരണം തെരഞ്ഞെടുക്കപ്പെടുന്ന MLA-മാരാണ് നേതാവിനെ തിരഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ ഒരു 40 MLA-മാരെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ആ 40 MLA-മാരിൽ നിന്ന് ഒരാളെ നേതാവായി ആ പാർട്ടി തിരഞ്ഞെടുക്കും. അതൊക്കെയാണ് അതിന്റെ രീതി എന്നതുകൊണ്ട് തന്നെ ഈ പ്രഖ്യാപനത്തിന് യാതൊരു വാല്യൂമില്ല എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ ഈ വാർത്തകളിൽ നിന്നൊക്കെ ചർച്ചകളിൽ നിന്നൊക്കെ
ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു കാര്യം. ഇപ്പോൾ ഒരു മുന്നണി മാത്രമല്ല, രണ്ട് മുന്നണിയും നേതാക്കന്മാരെ പ്രഖ്യാപിച്ചു, മുഖ്യമന്ത്രിമാരെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു എന്നൊക്കെയാണ് വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്. അത് ഇതിന്റെ പൊരുൾ എന്താണെങ്കിലും അതിന് വലിയ പ്രാധാന്യമൊന്നുമില്ല. അത് ഒരു രാഷ്ട്രീയ തന്ത്രം മാത്രമാണ് എന്നാണ് അതിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാനാകുന്നത്. ഒരു രാഷ്ട്രീയ തന്ത്രം മാത്രമാണ് അത്. ഒരു മുൻകൂട്ടി ഒരു നേതാവിനെ തിരഞ്ഞെടുക്കുവാൻ ഒരു പാർട്ടിക്ക് സാധിക്കും, പക്ഷെ ഒരു മുന്നണിക്കൊന്നും അതങ്ങനെ പ്രായോഗികമായി സാധ്യത വളരെ കുറവാണ്. കാരണം തിരഞ്ഞെടുക്കപ്പെടുന്ന MLA-മാരാണ് നേതാവിനെ തിരഞ്ഞെടുക്കേണ്ടത് എന്നതുകൊണ്ട് തന്നെയാണ് ഓരോ പാർട്ടിക്കും വ്യത്യസ്ത സീറ്റുകളാണ് ലഭിക്കുക. 40 സീറ്റ്, 42 സീറ്റ്, 52 സീറ്റ് ഇങ്ങനെയൊക്കെ ലഭിക്കുമ്പോൾ 52 സീറ്റ് കിട്ടിയ ഈ മൂന്ന് മുന്നണിയും ഒരു മുന്നണിയുടെ ഉള്ളിൽ ഇത്രയും സീറ്റ് വ്യത്യസ്ത പാർട്ടികൾ ഉണ്ടായിരിക്കും, വ്യത്യസ്ത സീറ്റുകളായിരിക്കും എല്ലാവർക്കും കിട്ടുക. അങ്ങനെ കിട്ടുമ്പോൾ ഈ 52 സീറ്റ് കിട്ടിയ പാർട്ടിയുടെ നേതാവായിരിക്കും 99.4% മുഖ്യമന്ത്രിയാവുക എന്നത് യാഥാർത്ഥ്യമാണ്. അങ്ങനെ വരുമ്പോൾ ഇത്തരം ഒരു പ്രഖ്യാപനങ്ങൾക്ക് പ്രശസ്തി എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇലക്ഷൻ തന്ത്രം മാത്രമാണ്, ഒരു രാഷ്ട്രീയ മാജിക് എത്ര ഇതിന് പറയാൻ സാധിക്കുകയുള്ളൂ എന്നതുകൊണ്ട് തന്നെ ഈ പ്രഖ്യാപനത്തിന് പറയത്തക്ക വാല്യൂ ഇല്ല എന്ന് തന്നെയാണ് രാഷ്ട്രീയ ഉറ്റുനോക്കുന്ന സസൂക്ഷ്മം വീക്ഷിക്കുന്ന രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ അഭിപ്രായപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇലക്ഷന് വോട്ടെടുപ്പിന് മുമ്പ് ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ഉയർത്തി കാണിക്കുന്നതിൽ വലിയ യാഥാർത്ഥ്യം ബോധമില്ല എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ ഇലക്ഷന് ശേഷമാണ് നേതാവിനെ തെരഞ്ഞെടുക്കലും മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കലും ഒക്കെ അതായത് ജയിക്കുന്ന പാർട്ടികളുടെ നേതാക്കന്മാരാണ് അതൊക്കെ ചെയ്യുക. അതിന് മുൻകൂട്ടി അതിന് ഒരു വാല്യൂ ഇല്ല എന്ന് തന്നെയാണ് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഒരു ധാരണ ഉണ്ടായിരിക്കും, ഇന്ന ആള് തന്നെയായിരിക്കും, ഇന്ന പാർട്ടി ഇന്ന മുന്നണി ജയിച്ചു കഴിഞ്ഞാൽ ഇന്ന ആള് തന്നെയായിരിക്കും അതിന്റെ മുഖ്യമന്ത്രി എന്നതൊക്കെ സാധാരണ ജനങ്ങൾക്കും വോട്ടർമാർക്കും പ്രബുദ്ധരായ വോട്ടർമാർക്കും ഒക്കെ അറിയാവുന്ന കാര്യമാണ്. എങ്കിലും അതൊരു മുൻകൂട്ടി പ്രഖ്യാപനങ്ങൾ നടത്തുമ്പോൾ അതിന് വാല്യൂ രാഷ്ട്രീയ ലോകം, രാഷ്ട്രീയ നിരീക്ഷകരൊന്നും സസൂക്ഷ്മം വീക്ഷിക്കുന്ന ആരും അതിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. കാരണം തെരഞ്ഞെടുപ്പിന് ശേഷം എന്ത് സംഭവിക്കും എന്ന് മുൻകൂട്ടി പ്രവചനാതീതമാണ്. മുന്നണികളിൽ തന്നെ മാറ്റങ്ങൾ സംഭവിക്കാം, പാർട്ടികളിൽ തന്നെ മാറ്റങ്ങൾ സംഭവിക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നത് എത്തും ഒക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ ഒരു നേതാവിനെ തെരഞ്ഞെടുത്ത് ഇന്ന ആളായിരിക്കും മുഖ്യമന്ത്രി എന്ന് പറയുന്നതിൽ ഒരു യാഥാർത്ഥ്യ ബോധം ഇല്ല എന്ന് തന്നെയാണ് ഈ രാഷ്ട്രീയ വീക്ഷിക്കുന്ന മുഴുവൻ രാഷ്ട്രീയ നിരീക്ഷകരുടെ ഒക്കെ ഒരു പൊതുവെ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വരുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. തീർച്ചയായും ഈ വീഡിയോ മുഴുവനായും വീക്ഷിച്ച താങ്കൾക്ക് നന്ദി. താങ്കൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അഭിപ്രായ നിർദ്ദേശങ്ങൾ എന്താണെങ്കിലും അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും ലൈക്ക് ചെയ്യാൻ ഓർമ്മിക്കുകയാണ്. അടുത്തൊരു വീഡിയോയുമായി ഇതേ വിഷയം തന്നെ ബീഹാറുമായി ബന്ധപ്പെട്ട അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. വീണ്ടും കണ്ടുമുട്ടും വരെ, വീണ്ടും സന്ധിക്കും വരെ വണക്കം. നന്ദി, നമസ്കാരം.